ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ മാസം നമ്മൾ ഈശോയുടെ ജനന തിരുനാളിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ഈ മാസങ്ങളിൽ നമ്മൾ കാണുക പലപ്പോഴും പലരുമായിട്ട് സമ്മാനങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുക. അതൊരു സ്നേഹം പങ്കുവയ്ക്കില്ല, പരസ്പരം സഹകരണം, മറ്റുള്ളവരുമായിട്ട് സ്നേഹിക്കുക, അവർക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ സമ്മാനങ്ങൾ കൊടുക്കുക, ഗിഫ്റ്റ് എക്സ്ചേഞ്ച്. എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു ഗിഫ്റ്റ് എക്സ്ചേഞ്ചിനെ കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം 2012 കാലഘട്ടത്തിൽ ഞാൻ ഗൾഫിലായിരുന്നു. ആ സമയത്ത് എനിക്ക് 9 മാസമായി ശമ്പളം ഉണ്ടായിരുന്നില്ല. ഞാൻ വളരെ കഷ്ടപ്പെട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു മലയാളി കമ്പനിയിൽ, അദ്ദേഹത്തിന് 26 കമ്പനി ഉണ്ടായിരുന്നു. അതിലൊരു കമ്പനിയിലായിരുന്നു, അവിടുത്തെ എഞ്ചിനീയർ ആയിരുന്നു ഞാൻ. ഒത്തിരി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന അദ്ദേഹം ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാറില്ല. എനിക്കും അതുപോലെ തന്നെ ശമ്പളം കിട്ടാതിരുന്നു. പക്ഷെ ആ സമയത്ത് അവിടുത്തെ അറബി എനിക്ക് കുറച്ച് പൈസ തന്നിരുന്നു, വീട്ടു ചെലവിന് വേണ്ടിയിട്ട്, എൻ്റെ സ്വന്തം ചെലവിന് വേണ്ടി. അതെൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഒരു പാക്കറ്റ് കുബൂസ് കൊണ്ട് 3-4 ദിവസമാണ് കഴിഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അവിടെ കുർബാന കഴിഞ്ഞ് എൻ്റെ വണ്ടിയിൽ ഒരു സഹോദരനെ ഞാൻ ഒത്തിരി അകലെ ഒരു വീട്ടിൽ കൊണ്ടാക്കാൻ പോയി. അവിടെ പോയി ഇറങ്ങി ആള് പോകുന്ന സമയത്ത് ആൾ എന്നോട് പറഞ്ഞു, യെസ് ബ്രദറെ, ഈ ക്രിസ്തുമസ് എൻ്റെ അവസാനത്തെ ക്രിസ്തുമസ് ആണെന്ന് പറഞ്ഞു. എനിക്ക് ഒന്നും തോന്നിയില്ല. പക്ഷെ വണ്ടി എടുത്തപ്പോൾ എനിക്ക് എന്തോ ഒരു സംശയം, എന്താണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ വേഗം തിരിച്ചു പോയി. അദ്ദേഹം കോണി കയറിയായിരുന്നു. ഓടിച്ചെന്ന് വിളിച്ചു, 1 മിനിറ്റ് ഒന്ന് വരണം. വന്ന് അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് അങ്ങനെ പറഞ്ഞത്. പുള്ളി പറഞ്ഞു, ഒന്നുമില്ല, അത് ഞാനിങ്ങനെ പറഞ്ഞതാണ്, നമ്മളിത് ക്രിസ്തുമസ് അല്ലേ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ. നമ്മളല്ല ബ്രദർ, എന്തോ അങ്ങനെ കൂടുതൽ സംസാരിച്ചപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, 7 മാസത്തോളമായി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കറണ്ടില്ല, വെള്ളമില്ല, ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്, ശമ്പളം കിട്ടിയിട്ടില്ല, ബിസിനസ് എല്ലാം പൊളിഞ്ഞ് പാളീസായി, ഭക്ഷണം കഴിക്കാനൊന്നുമില്ല. അങ്ങനെ ദുരിതപൂർണമായൊരു ജീവിതമായിരുന്നു. അപ്പോൾ ഈ ക്രിസ്തുമസിൻ്റെ അന്ന് ഞങ്ങളെല്ലാവരും കൂടി ഒരു കൂട്ട ആത്മഹത്യക്ക് തയ്യാറായിട്ടിരിക്കുകയാണ്. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്ക് എൻ്റെ ഉള്ളിൽ വളരെയധികം ആത്മാവ് പ്രചോദിപ്പിച്ചു. അങ്ങനെ ഞാൻ വളരെ ഹാപ്പി ആയിട്ട് അദ്ദേഹത്തോട് കുഴപ്പമില്ല, കർത്താവ് എല്ലാം ക്രമീകരിക്കുന്നു പറഞ്ഞു. ക്രിസ്തുമസിൻ്റെ തലേ ദിവസം ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി. എനിക്ക് ഈ അറബി തന്നിരുന്ന പൈസ അദ്ദേഹത്തിന് കൊടുത്തു. അങ്ങനെ മാസങ്ങൾക്ക് ശേഷം അവർ വളരെ നന്നായിട്ട് ഭക്ഷണം കഴിക്കാനും സന്തോഷം പങ്കിടാനും ആ സന്തോഷത്തിൽ ആ കുടുംബത്തോടുകൂടെ ആയിരിക്കാനും എനിക്ക് കഴിഞ്ഞു. പ്രിയപ്പെട്ടവര്, അന്നാണ് ഇദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിന് ഒത്തിരി കടബാധ്യതകളുണ്ട്, പക്ഷെ ഭാര്യയുമായിട്ട് ഈ കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല, വീട്ടിൽ ആർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല. നമ്മൾ അതല്ല വേണ്ടത്. കുടുംബം എന്ന് പറഞ്ഞാൽ അപ്പനും അമ്മയും മക്കളും കൂടി ചേരുന്നതാണ്. നമ്മൾ ലൂക്കായുടെ സുവിശേഷത്തിൽ കാണുക ഇതാണ്. ഈശോയെ ആട്ടിടയന്മാർ കാണാൻ ചെന്നപ്പോൾ അവിടെ പരിശുദ്ധ അമ്മയും ഔസേപ്പിതാവിൻ്റെയും കൂടെയായിരുന്നു ഈശോയെ കണ്ടത്. എവിടെയെല്ലാം ഈശോയെ ഉണ്ട്, അവിടെയെല്ലാം പരിശുദ്ധ അമ്മയും ഔസേപ്പിതാവും ഉണ്ടായിരുന്നതായിട്ട് ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ദേവാലയത്തിലേക്ക് ഈശോയെ സമർപ്പിക്കാൻ പോകുമ്പോഴും അപ്പനും അമ്മയും ഉണ്ടായിരുന്നു. പിന്നെ വീണ്ടും കാണുക, തിരുനാളിന് പോകുമ്പോൾ അപ്പനും അമ്മയും ഒരുമിച്ചായിരുന്നു. ഈ മനോഭാവം നമുക്കുണ്ടാകണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ഭാര്യയോടും മക്കളുമായി പങ്കുവെക്കണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഭാര്യയും മക്കളെ നാട്ടിലേക്ക് വിടണമെന്നുണ്ട്, പക്ഷെ അവര് സമ്മതിക്കുന്നില്ല. അങ്ങനെ ഈ ക്രിസ്തുമസിന്റെ തലേ ദിവസം രാത്രി ഞാനും ഇദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും കൂടി ഇദ്ദേഹത്തിന്റെ പ്രോബ്ലംസ് മുഴുവൻ ഭാര്യയും മക്കളുമായി ഷെയർ ചെയ്തു. അങ്ങനെ അവര് അടുത്ത ദിവസം തന്നെ ക്രിസ്തുമസ് കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോകാൻ തീരുമാനമെടുത്തു. അവര് ക്രിസ്തുമസ് അവിടെ ദുബായിൽ ആഘോഷിച്ചതിന് ശേഷം നാട്ടിലേക്ക് പോയി അമ്മയോടും സഹോദരങ്ങളോടും കൂടെ അവര് നാട്ടിൽ സെറ്റിൽഡായി. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, ഒരു കുടുംബത്തിൽ പരസ്പരമുള്ള സംസാരം വേണം. അതാണ് ക്രിസ്തുമസിന്റെ ഏറ്റവും വലിയ ഒരു സന്തോഷം നമുക്കുണ്ടാകേണ്ടത്. ജീവിതത്തിൽ ഭാര്യയും ഭർത്താവും ഒന്നാകണം. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം 2:18 പറയുന്നത്, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിത പങ്കാളി എന്ന് പറഞ്ഞത് ഭാര്യ ആയിക്കോട്ടെ ഭർത്താവായിക്കോട്ടെ, മറ്റൊരു വ്യക്തിക്ക് ഏറ്റവും ചേർന്ന ഇണയാണ്. ഭാര്യയ്ക്ക് ഏറ്റവും ചേർന്ന ഇണയാണ് ഭർത്താവ്. ഭർത്താവിൻ്റെ ഏറ്റവും
ചേർന്ന ഇണയാണ് ഭാര്യ. നമുക്ക് കുറെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ഞാൻ ഉദ്ദേശിച്ച ഭാര്യ ഇതല്ല, ഞാൻ ഉദ്ദേശിച്ച ഭർത്താവ് ഇതല്ല, കുറച്ചുകൂടി ഭംഗി വേണമായിരുന്നു, കുറച്ചുകൂടി കാര്യങ്ങൾക്ക് തീഷ്ണത വേണം, ഇതെല്ലാം നമുക്ക് പറയാം. അവന് ചേർന്ന ഇണയെ നൽകുമെന്നാണ് ദൈവം പറഞ്ഞത്. അപ്പോൾ എൻ്റെ ജീവിതത്തില്, അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തില് നമ്മുടെ ഇണ ഏറ്റവും ചേർന്നതാണ്. ആ ഇണ ഇല്ലെങ്കിൽ നമുക്ക് ജീവിതമില്ല. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. അതുകൊണ്ടാണ് കർത്താവ് പറയാം, നിന്റെ ജീവിതത്തിൽ ആരാണോ നിന്റെ ഇണ അത് ചേർന്നതാ. ആ ഇണ, ആ ഭാര്യയും അല്ലെങ്കിൽ ആ ഭർത്താവും മക്കളും കൂടി ഒരു സ്നേഹത്തിന്റെ ഒരു പങ്കുവെക്കലാകണം ഈ ക്രിസ്തുമസ്. ഏറ്റവും വലിയ സ്നേഹം അതാണ്. അതുകൊണ്ടാണ് ആക്ടന്മാർ പറഞ്ഞത്, നിങ്ങൾക്ക് ഇതാ ഒരു രക്ഷകൻ പറഞ്ഞിരിക്കുന്നു. അവർ ആ രക്ഷകനെ തേടി ചെല്ലുമ്പോൾ അവിടെ കാണുക അപ്പന്റെയും അമ്മയുടെയും കൂടെ കിടന്നുറങ്ങുന്ന ഉണ്ണിയ. അതാണ് ഈ ക്രിസ്മസിലെ ഏറ്റവും വലിയ സന്ദേശം എനിക്ക് പങ്കുവയ്ക്കാനുള്ളത്. ജീവിതത്തിലെ ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ച് ആകുക. നമ്മുടെ മാതാപിതാക്കൾ, വൃദ്ധരായ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവരോടും സ്നേഹം പങ്കുവയ്ക്കണം, അവരെയും ചേർത്ത് പിടിക്കണം. അവർക്ക് എന്താണോ ആവശ്യമുള്ളത് അത് ഇപ്പോഴാണ് നൽകേണ്ടത്. അവർ രോഗികളായിരിക്കാം, അല്ലെങ്കിൽ അവരെ കൊണ്ട് ഒത്തിരി ശല്യമുണ്ടായിരിക്കും, ഭയങ്കര ബഹളം ഉണ്ടായിരിക്കും, എന്തോ ആയിക്കൊള്ളട്ടെ. പക്ഷെ അവർ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ, പ്രത്യേകമായി ഈ മാസങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ വൃദ്ധരായ മാതാപിതാക്കൾ രോഗികളായിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂടപ്പിറപ്പുകൾ അവരെ ചെന്ന് കാണുക, അവരെ സംസാരിക്കുക, അവർക്ക് വേണ്ടത് എന്താണോ അത് ചെയ്തു കൊടുക്കുക. അങ്ങനെ ഒരു സ്നേഹത്തിന്റെ ക്രിസ്തുമസ്. ഈശോ നമ്മളെ സ്നേഹിക്കുന്നുകൊണ്ട്, ദൈവം നമ്മളെ സ്നേഹിക്കുന്നുകൊണ്ട് ദൈവം മനുഷ്യരൂപത്തിൽ മനുഷ്യനായി ഭൂമിയിലേക്ക് അവതരിച്ച്, ആ അവതരിച്ച സ്നേഹത്തിന്റെ പ്രതിരൂപമായി നമുക്ക് പരസ്പരം സ്നേഹിക്കാം. ഭാര്യയ്ക്ക് ഭർത്താവിനെ സ്നേഹിക്കാം, ഭർത്താവിന് ഭാര്യയെ സ്നേഹിക്കാം, മാതാപിതാക്കൾക്ക് മക്കളെ സ്നേഹിക്കാം, മക്കൾക്ക് മാതാപിതാക്കളെ സ്നേഹിക്കാം. അങ്ങനെ ഒരു സ്നേഹത്തിന്റെ ക്രിസ്തുമസ് ആവുവാൻ, ഒരു ക്രിസ്തുമസ് ആവാൻ, ക്രിസ്തു എന്നിൽ ജനിക്കുവാൻ, ക്രിസ്തു എന്നിൽ ജീവിക്കുവാൻ ഉള്ള ഒരു മനോഭാവം നമുക്ക് ഓരോരുത്തരും നേടിയെടുക്കാം. ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുമസിന്റെ ആശംസകൾ.